ഹായ് ഗൈസ്, നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്ലോഡിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള സ്കിൽസ് എന്താണെന്നുള്ളതാണ്. ക്ലോഡ് പല ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ സ്കിൽ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അധികം ആൾക്കാർക്കും അറിയില്ല. ഈ അറിയാത്ത ആൾക്കാർക്കാണ് ഈ വീഡിയോ, അറിയുന്ന ആൾക്കാർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ക്ലോഡ് നമുക്കറിയാം, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു AI സിസ്റ്റമാണ്. അതിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഏരിയാസ് ഉണ്ട്, സ്കിൽസ് ഉണ്ട്, കണക്ടേഴ്സ് ഉണ്ട്, പ്ലഗിൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്കിൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് സ്കിൽ എന്നുള്ളത് ഫസ്റ്റ് ഒന്ന് നോക്കാം. അതായത് സ്കിൽ എന്ന് പറയുന്നത് ഒരു ഫോൾഡർ ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. അതിൽ സ്ക്രിപ്റ്റുകൾ ഉണ്ടാവും, റിസോഴ്സുകൾ ഉണ്ടാവും. ഓക്കെ, ഡൈനാമിക്കലി നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ടാസ്കുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് നമുക്ക് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിൽ ആക്ച്വലി ക്ലൗഡിനെ ടീച്ച് ചെയ്യും എങ്ങനെ സ്പെസിഫിക് ടാസ്കുകൾ ഈസിലി കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത്. റിപ്പീറ്റബിൾ ആയിട്ടുള്ള ടാസ്കുകൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതെങ്ങനെ ഈസിലി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്കിൽസ് ക്ലോഡിനെ ടീച്ച് ചെയ്യുക. അപ്പോൾ അതിന് ഒരുപാട് വളരെ ഈസി ആയിട്ടുള്ള വർക്ക് ഫ്ലോസ് ഉണ്ട്, ഓട്ടോമേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പേഴ്സണൽ ടാസ്കുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്കിൽസ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ഇതിനെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ക്ലോഡിൽ. അപ്പോൾ വളരെ സ്പീഡായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും ഈ സ്കില്ല് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. നമുക്ക് റിപ്പീറ്റബിൾ ആയിട്ടുള്ളൊരു ടാസ്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്ററിൻ്റെ AI അസിസ്റ്റൻറ്റിനെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്കില്ല് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ക്ലോഡിൽ പോയിട്ട് ഡിജിറ്റൽ മാർക്കറ്ററുടെ സ്കില്ല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എവറി ടൈം നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആക്ടേഴ്സ് എ ഡിജിറ്റൽ മാർക്കറ്റർ, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഇത് വേണം, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ സ്കില്ലിൽ ഇതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലി സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മളിന്ന് പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കിൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ക്ലോഡ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്കിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഞാൻ ആ സ്കിൽസ് ക്ലിക്ക് ചെയ്യാണ്. സ്കിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മാനേജ് സ്കിൽസും ഉണ്ട്, ആഡ് സ്കിൽസും ഉണ്ട്. നമുക്ക് ആഡ് സ്കിൽസ് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് കുറച്ച് സ്കിൽസുകൾ കാണാം. ഫോർ എക്സാമ്പിൾ ക്യാൻവാസ് ഡിസൈനിങ്, അതുപോലെ തന്നെ MCP ബിൽഡർ, ബ്രാൻഡ് ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കില്ലുകൾ കാണാം. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്കില്ല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ, ഈ ഒരു ഓപ്ഷൻ സ്കില്ല് ക്രിയേറ്റർ ഓപ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കോപ്പി റൈറ്റിംഗ്, യൂട്യൂബ് ഡൗൺലോഡർ, AI ഇമേജ് ജനറേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്കില്ലുകൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്താണ് സ്കില്ലിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സ്കിൽ ജനറേഷനിലൂടെ ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പം എനിക്കൊരു സ്കില്ല് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ക്രിയേറ്റ് സ്കില്ല് കൊടുക്കുകയാണ്. ക്രിയേറ്റ് സ്കില്ല് കൊടുക്കുമ്പോൾ നമുക്ക് 3 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് ക്രിയേറ്റ് വിത്ത് ക്ലോഡ്, ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് സ്കിൽ ഇൻസ്ട്രക്ഷൻസ്. ക്ലോഡ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? സെറ്റപ്പ് ചെയ്യും. ദെൻ നമുക്ക് സ്കില്ല് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനെപ്പോഴും ബെറ്റർ പറയാം, നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് പഠിപ്പിക്കാനാണെങ്കിൽ അങ്ങനെ സ്കില്ല് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമുക്കിതിൽ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് സ്കിൽ ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു, എന്നിട്ട് സ്കില്ലിൻ്റെ പേര് കൊടുക്കാൻ വേണ്ടി വേണം. അപ്പോൾ എനിക്ക് ഒരു യൂട്യൂബ് തംബ്നെയിൽ, ഇപ്പോൾ ഈ വീഡിയോയുടെ യൂട്യൂബ് തംബ്നെയിൽ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അതിന് പറ്റിയൊരു ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിനൊരു പേര് കൊടുക്കുകയാണ്, യൂട്യൂബ് തംബ്നെയിൽ എന്താണ് ജനറേറ്റർ എന്നുള്ള രീതിയിൽ എന്ത് കൊടുത്തു? പേര് കൊടുത്തു. യൂട്യൂബ് തംബ്നെയിൽ ജനറേറ്റർ. ഇതെന്താ? യൂട്യൂബ് തംബ്നെയിൽസ്. നമുക്ക് യൂട്യൂബ് തംബ്നെയിൽസിൻ്റെ പിക്സൽസ് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഹംസാദ് ബഷീർ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളൊരു ഏരിയ കൊടുത്തു. ദെൻ ഞാൻ ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്കിവിടെ സ്കിൽ ക്രിയേറ്ററിൽ എന്താണ് യൂട്യൂബ് തംബ്നെയിൽ ജനറേറ്റർ എന്ന് പറഞ്ഞൊരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് വരും. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും? ഒരു യൂട്യൂബ് തംബ്നെയിൽ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്കില്ല് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റത്തെ ഒരു രീതിയിൽ എന്ത് ചെയ്യുക? നമ്മൾ സ്കില്ല് ജനറേറ്റ് ചെയ്യുക. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു സെക്കൻഡ്
ഓപ്ഷനും കൂടി ഞാൻ കാണിച്ചു തരാം. ക്രിയേറ്റ് വിത്ത് ക്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റാണ്, ഇതിവിടെ ഒരു സ്കിൽ ജനറേറ്റ്, ലെറ്റ്സ് ക്രിയേറ്റ് എ സ്കിൽ ടുഗദർ യൂസിങ് സ്കിൽ ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് എന്ത് സ്കില്ലാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ എനിക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഐ നീഡ് യൂട്യൂബ് തംബ്നെയിൽ ക്രിയേറ്റർ, ഈ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഐ വിൽ ഷെയർ വൺ റെഫറൻസ്, എനിക്ക് വേണമെങ്കിൽ റെഫറൻസ് കൊടുക്കാം. ഓക്കെ, റെഫറൻസ് കൊടുക്കാം. ഓൾസോ ഐ വിൽ അപ്ലോഡ് മൈ ഇമേജ് ആസ് വെൽ. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ എൻ്റർ കൊടുക്കുകയാണ്. അപ്പോൾ അവരെന്നെ നമ്മളടുത്ത് ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചോദിക്കും. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, യൂട്യൂബ് തംബ്നെയിൽ ക്രിയേറ്റർ സ്കില്ലാണ്. ഇപ്പോൾ നമ്മൾ വേറെ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വളരെ ഷോർട്ടായിട്ട്, ഇത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട്. ഓക്കെ, അപ്പോൾ അവർ പറയണത് ഓൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ക്ലാരിറ്റി കൊടുക്കുക. ദിസ് ഈസ് മോർ ഐ ക്യാൻ ഗീവ് ക്ലാരിറ്റി. ഓക്കെ, സോ ദാറ്റ് ലെറ്റ്സ് ഗോ വിത്ത് ദിസ് അതുകൊണ്ട് ഞാൻ ആ സ്കില്ലിനെ മാറ്റാണ്. ഓക്കെ 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 അപ്പോൾ അവർ പറയുന്നത് ഇമേജ് അറ്റാച്ച് ചെയ്യാനാണ്. ഞാൻ നേരത്തെ ഇമേജ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ട് ഉണ്ട്, ഞാനൊരു തംബ്നെയിൽ സ്ക്രീൻഷോട്ട്. ദെൻ ദിസ് ഈസ് ദ റെഫറൻസ് കൊടുക്കുകയാണ്. ദിസ് ഈസ് റെഫറൻസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓക്കെ, യെസ് യെസ് യെസ്. അപ്പോൾ അവരത് മൊത്തം റീഡ് ചെയ്തു, സ്കില്ല് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തു. ദെൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എൻ്റെ ഇമേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഐ വിൽ ഷെയർ മൈ ഇമേജ് ആസ് വെൽ. അപ്പം എന്ത് ചെയ്തു, നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. കമാൻഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, ഇപ്പോൾ അവർ പറയുന്നത് ഒരു ഡെമോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു തംബ്നെയിൽ ജനറേറ്ററിൻ്റെ ഒരു ഡെമോ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം എന്നുള്ളതാണ് പറയുന്നത്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. യെസ്, അപ്പോൾ അവർ ഏകദേശം ഒരു സാമ്പിൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവും, മാസ്റ്റർ ക്ലോഡ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലിപ്പോൾ എൻ്റെ ഇമേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഇമേജും കൂടി ഒന്ന് അതിൽ എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്, എൻ്റെ ഇമേജ് കൊടുക്കുകയാണ്. ദെൻ ഞാൻ പറയാണ് ഐ നീഡ് ടോപ്പിക് ഈസ് ലൈക്ക് ക്ലോഡ് സ്കിൽസ് പഠിക്കാം ആൻഡ് പഠിക്കാം ഇൻ മലയാളം ആൻഡ് ഇൻ അത്രയും കൊടുത്തിട്ട് നമുക്കൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്നും കൂടിയും കൊടുത്തു, തംബ്നെയിൽ കൊടുത്തു, ക്ലോഡ് സ്കിൽസ് പഠിക്കാം. ഓക്കെ, അതിൽ ലൈൻ 1 ഇംഗ്ലീഷ് എന്നുള്ളത് കൊടുക്കാം, 1 ഇംഗ്ലീഷ്. ദെൻ ലൈൻ 2 മലയാളം. ഞാൻ പറയുകയാണെങ്കിൽ ഈ സ്കിൽസ് നമ്മൾ സെറ്റപ്പ് ചെയ്യാണ് കേട്ടോ. വൺസ് ഇത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. എവറി ടൈം നമ്മളിത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് കുറച്ച് പണിയുണ്ട്, അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷേ പേഷ്യൻസ് വേണം. നമുക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തു വെച്ചിട്ട് എന്താണ് ഇവിടെ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്രീ കോഴ്സ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ബാഡ്ജ് നമ്പറും ബാഡ്ജ് ലാബിലൊക്കെ നമുക്ക് ഒഴിവാക്കാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റിസൾട്ട്. അവരെന്താണ് നമുക്ക് ചെയ്തു തരണേ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് വൺസ് ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മൾട്ടിപ്പിൾ തംബ്നെയിൽസ് ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. യെസ്, അപ്പം ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് ഏകദേശം ഇതേപോലെ ഒരു തംബ്നെയിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സ്കില്ല് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സേവ് ചെയ്യാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്കില്ല് ഇവിടെ സേവ് ചെയ്യാം. സോ ദാറ്റ് എവറി ടൈം നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഫോട്ടോ ആൻഡ് ടോപ്പിക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളെ ഇമേജ് അവിടെ ജനറേറ്റ് ആവും. തംബ്നെയിൽ അടിപൊളിയായിട്ട് എന്താവും, ജനറേറ്റഡ് ആയിട്ട് കിട്ടും. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിൽ അപ്ലോഡ് ചെയ്യാം.
അപ്ലോഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങൾക്ക് ഇതേപോലെ ഓപ്പൺ സോഴ്സുകൾ ഉണ്ടാകും ഒരുപാട്. ഇപ്പോൾ ജിറ്റ്ഹബിലൊക്കെ ഇഷ്ടം പോലെ ഓപ്പൺ സോഴ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് സ്ട്രാറ്റജി ഇഷ്ടംപോലെ ഉണ്ട്. മാർക്കറ്റിംഗ് ഐഡിയാസ്, മാർക്കറ്റിംഗ് ഡിമാൻഡ് അക്വിസിഷൻ, ഇഷ്ടം പോലെ സ്കില്ലുകളുണ്ട്. ഇതേപോലെ നിങ്ങൾ സെറ്റപ്പ് ചെയ്യുന്ന വേണ്ട, ഓൾറെഡി ആൾക്കാർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സ്കില്ലുകളുണ്ട്. ഇപ്പോൾ മാർക്കറ്റിംഗ് സൈക്കോളജി ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഒരു കാര്യം ചെയ്യാം, ലെറ്റ്സ് സെലക്ട് കോണ്ടന്റ് ക്രിയേറ്ററൊക്കെ വളരെ കോമൺ ആയി. നമുക്കൊരു ലോഞ്ച് സ്ട്രാറ്റജി സ്കില്ല് എടുക്കാം. ഞാനത് സ്കില്ല് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ലോഞ്ച് സ്ട്രാറ്റജിയിലാണ് ഉള്ളത്. സോ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, ഈ സ്കില്ല് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ ഉണ്ടോ, നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, ഡൗൺലോഡ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്കിൽ 3 എന്നുകൊണ്ട് ഡൗൺലോഡഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകണം, അഗെയിൻ നമ്മൾ ക്ലോഡിലോട്ട് പോകുന്നു. നമുക്കിവിടെ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സ്കില്ല് 3 എന്നല്ല, ഓക്കെ, സ്കിൽ 3 ഞാൻ ചൂസ് ചെയ്യുന്നു. ദെൻ ഓപ്പൺ ചെയ്യുന്നു. സ്കിൽ എന്തായി, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ അപ്ലോഡ് ലോഞ്ച് സ്ട്രാറ്റജി എന്നുള്ളത്. അപ്പോൾ ലോഞ്ച് സ്ട്രാറ്റജി ഇവിടെ വന്നു, ഇത് അപ്ലോഡഡ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഓൾറെഡി ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ പ്രൊഡക്റ്റ് ആണ്, മേജറൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ അഗെയിൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇവിടെ പോയിട്ട് ലോഞ്ച്. അപ്പോൾ നമുക്കിവിടെ സ്കില്ല് കാണാം. ഈ സ്കില്ല് ഞാൻ എന്ത് ചെയ്യാണ്, ചൂസ് ചെയ്യാണ്. ലോഞ്ച് സ്ട്രാറ്റജി ഫോർ എ ന്യൂ എന്താ പറയുക, നമുക്കൊരു ഹെയർ ഓയിൽ ബ്രാൻഡ് കൊടുക്കാം. ഹെയർ ഓയിൽ ബ്രാൻഡ് ഇൻ കേരള ജസ്റ്റ് കൊടുത്തു. കാരണം വളരെ ചെറിയൊരു പ്രോംപ്റ്റ് കൊടുത്തുണ്ട, ഹെയർ ഓയിൽ ബ്രാൻഡ്. അപ്പോൾ എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ സ്കില്ല് ഞാൻ ഇവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതൊരു സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ്, ഒരു ഫയൽ പോലെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ കൂടുതൽ അതിൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് നമ്മൾ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. അത് ജസ്റ്റ് ഇതേപോലെ ആൻസർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ലോഞ്ച് സ്ട്രാറ്റജിസ്റ്റ് ആലോചിച്ച് സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. സോ ഞാനിന്ന് കവർ ചെയ്തത് വളരെ ബേസിക്കായിട്ട് ക്ലോഡിൻ്റെ ഒരു ഏരിയ, ക്ലോഡ് സ്കില്ല് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നുണ്ടാവുക ക്ലോഡ് കണക്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ക്ലോഡ് സ്കിൽസും കണക്റ്റേഴ്സും തമ്മിൽ വളരെയധികം ഡിഫറൻ്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ, വാല്യൂബിളായി ഫീൽ ചെയ്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ കൂടുതലും ഇതേപോലത്തെ ഫ്രീ റിസോഴ്സുകളായിട്ട് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ കാണിച്ച പോലെ കണ്ടോ, ഫുൾ ലോഞ്ച് സ്ട്രാറ്റജി നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയെന്നുള്ളതാണ്. സോ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.